ഹലോ, സിന്ധൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീരത്തോരൻ. അതിനായി കുറച്ച് ചീര ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചീരയുടെ തണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല, ഇല മാത്രമാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. അതിനായി പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, സവാള അരിഞ്ഞു വെച്ചത്, കുറച്ച് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു പച്ചമുളക്, എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കിയെടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ച് പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില എന്നിവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി വഴറ്റിയെടുക്കുക. ലേശം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്നു കിട്ടും. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ ഒതുക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി 1 മിനിറ്റ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ ചീരയുടെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ, തണ്ടിട്ടിട്ടില്ല. ഇത് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇലയെല്ലാം വാടിക്കരിയുമ്പോഴേക്കും നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ടാകും. കർക്കിടകത്തിൽ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തതാണ്, അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.